ലണ്ടൻ, തേംസ് നദിയുടെ തീരത്തുള്ള മഹാനഗരം. ചെറുപ്പം തൊട്ടേ ലണ്ടൻ ലണ്ടൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഒരു വട്ടമെങ്കിലും ഇതൊന്ന് പോയി കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? എൻ്റെ കുട്ടിക്കാലത്ത് DDLJ സിനിമ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അതിനകത്ത് ആദ്യം അമരീഷ് പുരി ലണ്ടനിലിരുന്ന് പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ഈ ലണ്ടൻ ഹേ ദുനിയാക്ക സബ്സെ ബഡാ ഷെഹർ എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ രോമാഞ്ചം കൊണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ മഹാനഗരം ഒന്ന് കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം സമ്മർ വെക്കേഷന് അച്ഛനും അമ്മയും അയർലൻഡിൽ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ അവരെയും കൊണ്ട് പോകാനുള്ള ഒരു ചാൻസ് എനിക്ക് കിട്ടി. അത് എനിക്കൊരു ഒരു ഡബിൾ ബൊണാൻസ പോലെയായിരുന്നു. കാരണം നമ്മൾ തന്നെ പോയി കാണുന്നത് സന്തോഷമുള്ള കാര്യമാണ്. അതിൻ്റെ കൂടെ നാട്ടിലുള്ള നമ്മുടെ അച്ഛനും അമ്മയും കൊണ്ട് ലണ്ടൻ പോലുള്ള മഹാനഗരം, ഒരു സ്വപ്ന നഗരം, അവരെയും കൊണ്ടുപോയി കാണിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷവും അഭിമാനവും ഒക്കെയുള്ളൊരു കാര്യമാണ്. രാവിലെയായിരുന്നു ഫ്ലൈറ്റ്. രാവിലെ ഡബ്ലിൻ എയർപോർട്ടിൽ നിന്ന് ഒരു ഐറിഷ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ റയനെയറിൻ്റെ ഫ്ലൈറ്റിന് UK സ്റ്റാൻസ്റ്റഡിലോട്ട് യാത്ര തിരിച്ചു. ലണ്ടൻ നഗരത്തിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ ദൂരമുള്ള എയർപോർട്ടാണ് സ്റ്റാൻസ്റ്റഡ് എയർപോർട്ട്. ഫ്ലൈറ്റ് ഇറങ്ങി എയർപോർട്ട് ഷട്ടിൽ ബസ്സിൽ ഞങ്ങൾ ടെർമിനലിലേക്ക് തിരിച്ചു. എയർപോർട്ടിൻ്റെ തൊട്ട് താഴെ തന്നെ സ്റ്റാൻസ്റ്റഡ് എക്സ്പ്രസ്, അതായത് എയർപോർട്ടിൽ നിന്ന് സിറ്റിയിലോട്ടുള്ള കണക്ഷൻ ട്രെയിനിൻ്റെ റെയിൽവേ സ്റ്റേഷനുണ്ട്. എയർപോർട്ടിൻ്റെ അകത്ത് വെച്ച് തന്നെ നമുക്ക് 1 സൈഡോ അല്ലെങ്കിൽ റൗണ്ട് ട്രിപ്പോ ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. സിറ്റിയിലുള്ള ലണ്ടൻ ലിവർപൂൾ സ്ട്രീറ്റിലേക്കാണ് ഈ ട്രെയിൻ പോകുന്നത്. ഞങ്ങൾ അവിടെ ഇറങ്ങി അവിടുന്ന് വിക്ടോറിയ സ്റ്റേഷനിലേക്ക് ട്യൂബ് വഴി പോയി. ഡൽഹിയിൽ താമസ സമയത്ത് മെട്രോയിൽ ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ലണ്ടനിലെ ലോക പ്രശസ്തമായ ഈ ലണ്ടൻ ട്യൂബ് എന്നറിയപ്പെടുന്ന മെട്രോയിൽ ഒന്ന് കയറുക എന്നുള്ളതും വലിയൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. വിക്ടോറിയ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി കുറച്ച് നടന്നപ്പോൾ തന്നെ തേംസ് നദിയും തേംസ് നദിയുടെ തീരത്തുള്ള വലിയ ലണ്ടൻ ഐ എന്ന മനോഹരമായ ജയന്റ് വീലും കണ്ടു. 1999 ഡിസംബർ 31 അന്നത്തെ UK പ്രൈം മിനിസ്റ്റർ ടോണി ബ്ലെയർ ഉദ്ഘാടനം ചെയ്ത ലണ്ടൻ ഐ ആദ്യം 5 വർഷത്തേക്കുള്ള ഒരു താൽക്കാലിക അട്രാക്ഷൻ മാത്രമായിരുന്നു. 2000 മാർച്ചിൽ ഇത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയും പിന്നീട് ഇതൊരു പെർമനന്റ് സ്ട്രക്ചറായി നിലനിർത്തുകയും ചെയ്തു. ഇന്ന് UK ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നു ചേരുന്ന പ്രധാന ഒരു അട്രാക്ഷനാണ് ലണ്ടൻ ഐ. 135 മീറ്റർ ഉയരവും 120 മീറ്റർ ഡയമീറ്ററുമുള്ള ലണ്ടൻ ഐ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ കാന്റിലിവേർഡ് ഒബ്സർവേഷൻ വീലാണ്. ഏറ്റവും ഫേമസ് ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ ലണ്ടൻ ഐയിൽ കയറാൻ ഈവൻ നമ്മൾ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ പോലും 1-1.5 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വരും. ഞങ്ങൾക്ക് ഏകദേശം 1.5 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വന്നു. അതിനുശേഷം ഞങ്ങൾക്ക് കയറാൻ പറ്റി. പക്ഷേ അടിപൊളി കാഴ്ചയാണ്. തേംസ് നദിയും നദിയുടെ മുകളിൽ നിന്നുള്ള ലണ്ടൻ നഗരത്തിൻ്റെ ഒരു കാഴ്ചാനുഭവം സത്യം പറഞ്ഞാൽ നമുക്ക് മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസ് ഇത് നൽകും. വളരെ പതുക്കെയാണ് ഈ ജയന്റ് വീല് മൂവ് ചെയ്യുന്നത്. ആൾക്കാർക്ക് കയറി കാഴ്ചകൾ കാണാൻ 32 സീൽഡ് എയർ കണ്ടീഷൻഡ് ക്യാപ്സ്യൂളുകളുണ്ട്. ഒരു ക്യാപ്സ്യൂളിൽ ഏകദേശം 12-14 പേർക്ക് വരെ കയറാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ മേലെ നിന്നുള്ള ലണ്ടൻ നഗരത്തിൻ്റെ 360 ഡിഗ്രി വ്യൂ ഒന്നും പറയാനില്ല, സൂപ്പറാണ്. നമ്മുടെ ക്യാപ്സ്യൂള് ഏറ്റവും മുകളിലെത്തുമ്പോൾ നമുക്ക് അൺഇൻറ്ററപ്റ്റഡ് ആയ ഒരു 360 ഡിഗ്രി വ്യൂ കിട്ടും. അതിമനോഹരമാണത്. നഗരത്തിന്റെ മുകളിലൂടെ ബിഗ് ബെന്നിനേക്കാൾ ഉയരത്തിലിരുന്ന് നഗരത്തിന്റെ ഒരു ഹെലികോപ്റ്റർ കാഴ്ച നമുക്ക് കിട്ടും. ലണ്ടനായി നിന്നുള്ള ബ്യൂട്ടിഫുൾ കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങൾ പതുക്കെ പുറത്തിറങ്ങി. കുറച്ചു നേരം തേംസ് നദിയുടെ സൈഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ വിക്ടോറിയ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് അവിടുന്ന് ഞങ്ങൾ താമസിക്കുന്ന പെഞ്ച് ഈസ്റ്റേൺ സ്ഥലത്തേക്കുള്ള ട്രെയിനിൽ കയറി.
രാത്രി താമസത്തിനടുത്തുള്ള റെസ്റ്റോറൻറ്റ് ഫുഡൊക്കെ കഴിച്ച് ഒരു ഈവനിങ് വാക്കൊക്കെ നടത്തി ഒന്നാം ദിവസം വൈൻഡപ്പ് ചെയ്തു. ഞങ്ങൾ താമസിച്ച B&Bയുടെ ബാക്ക് ഗാർഡൻ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒത്തിരി പൂക്കളും ഒരു ചെറിയൊരു പോണ്ടൊക്കെ ആയിട്ട് രാവിലെ എണീറ്റ് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ. B&Bയുടെ കിച്ചണിൽ രാവിലെ 7 മണി മുതൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായിരുന്നു. ട്രഡീഷണൽ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ ഞങ്ങളുടെ 2ാം ദിവസത്തെ യാത്ര ആരംഭിച്ചു. ഞങ്ങൾ താമസിക്കുന്നിടത്ത് നടക്കാനുള്ള ദൂരം മാത്രമേ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ. തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് സെൻട്രൽ ലണ്ടനിലേക്കുള്ള ട്രെയിൻ കയറി. സെൻട്രൽ ലണ്ടനിലെ വിക്ടോറിയ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ വന്നിറങ്ങി. അവിടുന്ന് ഞങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത ബിഗ് ബസ് ലണ്ടൻ സൈറ്റ് സീയിങ് ടൂർ തുടങ്ങി. ബിഗ് ബസ് ലണ്ടൻ സൈറ്റ് സീയിങ് ടൂർ അവരുടെ വെബ്സൈറ്റിൽ കയറി ബുക്ക് ചെയ്യാവുന്നതാണ്. ലണ്ടനിലെ പ്രധാനപ്പെട്ട എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ കയറി കാണാനുള്ള പാസ് നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം. ഞങ്ങൾ ഒരു ദിവസത്തെ സൈറ്റ് സീയിങ് ടൂറാണ് ബുക്ക് ചെയ്യുന്നത്. എല്ലാ 15-20 മിനിറ്റുകളിലും ബിഗ് ബസിൻ്റെ ബസ്സുകൾ വന്നുകൊണ്ടിരിക്കും. ഇതുപോലെ സൈറ്റ് സീയിങ് ടൂർ നടത്തുന്ന ഒരുപാട് കമ്പനികൾ ലണ്ടനിലുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ടൂറിസ്റ്റ് അട്രാക്ഷനിൽ ഇറങ്ങി ഇഷ്ടമുള്ള സമയം അവിടെ സ്പെൻഡ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന അതേ കമ്പനിയുടെ ബസ്സിൽ കയറി നമ്മുടെ ടൂർ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഓരോ അട്രാക്ഷൻസിനുള്ള ഇൻഡിവിജ്വൽ എൻട്രി ടിക്കറ്റ് പ്രൈസ് ഇതിനകത്ത് ഇൻക്ലൂഡ് അല്ല. എല്ലാ സ്റ്റോപ്പിലും നമ്മൾ ഇറങ്ങണമെന്ന് നിർബന്ധമില്ല. നമുക്ക് വേണ്ട അട്രാക്ഷൻ മാത്രം ചൂസ് ചെയ്ത് ഇറങ്ങി കാണാനുള്ള സൗകര്യം നമുക്കുണ്ട്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ എത്ര വട്ടം വേണമെങ്കിലും നമുക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങുകയും ഇഷ്ടമുള്ള അട്രാക്ഷൻ കാണുകയും തിരിച്ച് അതേ കമ്പനിയുടെ ബസ്സിൽ കയറുകയും ചെയ്യാം. ലണ്ടനിൽ ഞാൻ യാത്ര ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ലണ്ടൻ അത്യാവശ്യം എക്സ്പെൻസീവാണ്. ഒരുവിധം പ്രധാനപ്പെട്ട എല്ലാ ടൂറിസ്റ്റ് അട്രാക്ഷനും ടിക്കറ്റ് റേറ്റ് വളരെ കൂടുതലാണ്. ഈ ബിഗ് ബസ് ടൂറിന് തന്നെ ഒരു ദിവസത്തെ ടിക്കറ്റിന് ഒരു അഡൾട്ടിന് 39 പൗണ്ടാണ്. ഇതാണ് ലണ്ടനിലെ പ്രശസ്തമായ ട്രഫാൽഗർ സ്ക്വയർ. 19ാം നൂറ്റാണ്ടിൽ ബ്രിട്ടൻ ഫ്രാൻസിനെയും സ്പെയിനെയും തോൽപ്പിച്ച ട്രഫാൽഗർ യുദ്ധത്തിന്റെ ഓർമ്മയായിട്ടാണ് ഈ സ്ക്വയറിന് ട്രഫാൽഗർ സ്ക്വയർ എന്ന പേര് വന്നത്. ഒരുപാട് ചരിത്രം പറയാനുള്ള നഗരമാണ് ലണ്ടൻ. നിരവധി ലാൻഡ്മാർക്കുകൾ, നമ്മൾ പുസ്തകത്തിലും വായിച്ചും TV-യിലും മാത്രം കണ്ടിട്ടുള്ള കെട്ടിടങ്ങൾ, മനോഹരമായ ഒരുപാട് ചരിത്ര സ്മാരകങ്ങൾ, തിരക്കിട്ട് എങ്ങോട്ടൊന്നില്ലാതെ പായുന്ന ഒരുപാട് ആൾക്കാർ, അങ്ങനെ നിറയെ കാഴ്ചകളാണ് ഈ ബിഗ് ബസ്സിൽ മുകളിലിരുന്ന് കാണുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ശരിക്കും അവിസ്മരണീയമായിരുന്നു ബിഗ് ബസ്സിലുള്ള ഈ ഒരു ലണ്ടൻ ഡേ ട്രിപ്പ്. ലണ്ടൻ ബ്രിഡ്ജ് എന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ടവർ ബ്രിഡ്ജിന്റെ കാഴ്ചകളിലേക്കാണ് ഇനി. സമയം ഏകദേശം 1 മണിയാകാറായി. അത്യാവശ്യം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് കണ്ട ഒരു തായ് റെസ്റ്റോറൻറ്റിൽ കയറി. തിരക്കേടില്ലാത്ത ഫുഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ടവർ ബ്രിഡ്ജിലേക്ക് നടന്നു. താജ്മഹൽ നേരിട്ട് കാണുന്നത് പോലെയുള്ള അനുഭവമാണ് എനിക്കുണ്ടായത്. കാരണം ചിത്രങ്ങളിലൊക്കെ എത്ര വട്ടം താജ്മഹൽ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കണ്ടപ്പോൾ താജ്മഹൽ ഒരു വലിയ സംഭവമായി എനിക്ക് തോന്നി. അതിൻ്റെ ഒരു സൈസും അതിൻ്റെ ഒരു പ്രൗഢിയും അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ അടുത്ത് നമ്മൾ ചെന്ന് നിൽക്കുമ്പം വല്ലാത്തൊരു കുളിര് എന്നൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവില്ലേ, അതുപോലെ തോന്നിയത്. ടവർ ബ്രിഡ്ജിൻ്റെ അടുത്ത് ചെന്നപ്പോഴും ഏകദേശം സമാനമായ ഒരു ഫീലിംഗ് ആയിരുന്നു. 1800കളിൽ നിർമ്മിച്ച ടവർ ബ്രിഡ്ജ് ശരിക്കും ഒരു ആർക്കിടെക്ചറൽ മാർവൽ തന്നെയാണ്. ടവർ ബ്രിഡ്ജിന് മുന്നിലുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് ഞങ്ങൾ അടുത്ത ബിഗ് ബസ് കയറി. അത് ടവർ ബ്രിഡ്ജിന് മുകളിലൂടെയാണ് യാത്ര ആരംഭിച്ചത്. വലിയ ബോട്ടുകളും കപ്പലുകളും ഒക്കെ വരുമ്പോൾ തുറന്നു കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ടവർ ബ്രിഡ്ജിന്റെ നിർമ്മാണം. ഹൗസ് ഓഫ് കോമൺസ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഒരു വശത്തൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. ഏകദേശം 900 വർഷം പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആണിത്.
ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ രാജകൊട്ടാരം ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം ബക്കിംഗ്ഹാം കൊട്ടാരമാണെന്ന്. നടന്ന് ഞങ്ങളങ്ങനെ ബക്കിംഗ്ഹാം പാലസിൻ്റെ പുറത്തെത്തി. തലയിൽ കറുത്ത് നീണ്ട തൊപ്പിയൊക്കെ ഇട്ട് നമ്മൾ ഫോട്ടോയിലൊക്കെ കണ്ട പോലത്തെ പാറാവുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. വൈകുന്നേരമായതിനാൽ ബക്കിംഗ്ഹാം പാലസിൻ്റെ അകത്തേക്കുള്ള എൻട്രി ടൈം തീർന്നായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തുനിന്നുള്ള കാഴ്ചകൾ മാത്രമേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ബക്കിംഗ്ഹാം പാലസ് ഒന്ന് കാണണമെന്ന് അച്ഛന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വൈകിട്ടാണെങ്കിലും ബക്കിംഗ്ഹാം പാലസ് വരെ ഒന്ന് വന്നു. യഥാർത്ഥത്തിൽ ഇത് ഡ്യൂക്ക് ഓഫ് ബക്കിംഗ്ഹാമിന് വേണ്ടി 1703 പണിത ഒരു ടൗൺ ഹൗസ് ആയിരുന്നു. ബക്കിംഗ്ഹാം ഹൗസ് എന്നായിരുന്നു ഇതിൻ്റെ ഒറിജിനൽ പേര്. 1761 ജോർജ് മൂന്നാമൻ രാജാവ് ക്വീൻ ഷാർലറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൈവറ്റ് റെസിഡൻസായി ഇത് ഏറ്റെടുക്കുകയും പിന്നീട് 1837 ക്വീൻ വിക്ടോറിയ ബക്കിംഗ്ഹാം പാലസിലോട്ട് താമസം മാറിയതിനു ശേഷം ഇത് ലണ്ടനിലെ ബ്രിട്ടീഷ് രാജകുടുംബത്തിൻ്റെ ഔദ്യോഗിക വസതിയായി മാറുകയും ചെയ്തു. 775 മുറികളുള്ള ഭീമാകാരമായ ഈ കൊട്ടാരത്തിന് മുന്നിൽ മനോഹരമായ ഒരു ഗാർഡനും ഉണ്ട്. ബക്കിംഗ്ഹാം കൊട്ടാരത്തിൻ്റെ പുറം കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അവിടുന്ന് ലണ്ടൻ അണ്ടർഗ്രൗണ്ട് മെട്രോയിൽ കയറി ഈസ്റ്റ് ഹാം എന്ന സ്ഥലത്താണ് പിന്നീട് ചെന്നത്. സത്യം പറഞ്ഞാൽ ഇത് ലണ്ടൻ ആണോ എന്ന് തന്നെ നമ്മൾ സംശയിച്ചു പോകും. എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും മലയാളി, തമിഴ്, ആന്ധ്ര അല്ലെങ്കിൽ ശ്രീലങ്കക്കാരുടെ, ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നുള്ളവരുടെ കടകളും അവരുടെ മാത്രമായ ഒരു ലോകമായി എനിക്ക് ഫീൽ ചെയ്തു. വലിയ മീൻ മാർക്കറ്റുകൾ, വലിയ പച്ചക്കറി കടകൾ, സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ, ഒരുപാട് തുണിക്കടകൾ, എന്തിനധികം വലിയൊരു അമ്പലം പോലും ഇവിടെ ഉണ്ട്. ശ്രീ മഹാലക്ഷ്മി ടെമ്പിൾ ലണ്ടൻ എന്ന് വലിയ ബോർഡ് എഴുതി റോഡിൻ്റെ വശത്ത് തന്നെ വലിയൊരു അമ്പലം ആർക്കിടെക്ചറലി നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന അതേ രീതിയിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. വൈകുന്നേരം ചായ സമയമായതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ശരവണ ഭവനിൽ കയറി നല്ല അടിപൊളി മസാല ദോശയും വടയും ചായയും ഒക്കെ കഴിച്ചു. ലണ്ടനിലെ സ്ട്രീറ്റിൽ ഇങ്ങനെ പൂക്കളും പ്ലാസ്റ്റിക് പാത്രങ്ങളും കളിപ്പാട്ടങ്ങളും പൂജാ സാധനങ്ങളും ഒക്കെ ഇങ്ങനെ നിരത്തി വെച്ചാൽ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ തമിഴ്നാടാണോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. ഈസ്റ്റ് ഹാമിലെ കറക്കമെല്ലാം കഴിഞ്ഞ് വൈകിട്ടത്തെ മെട്രോയും പിടിച്ച് ഞങ്ങൾ 2ാം ദിവസത്തെ യാത്ര അങ്ങനെ അവസാനിപ്പിച്ചു. മൂന്നാം ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നേരെ ലണ്ടൻ സെൻട്രലിലെത്തി. ശരിക്കും നമ്മുടെ നാട്ടിലെ ഫുട്പാത്ത് അതുപോലെ ഇവിടെയുമുണ്ട്. എല്ലാ വലിയ നഗരങ്ങളിലും ഉള്ള പോലെ തന്നെ ലണ്ടനിലും വൃത്തിഹീനമായ സ്ഥലങ്ങളുണ്ട്, സ്ട്രീറ്റിൽ ചപ്പും ചവറുകളുണ്ട്. അങ്ങനെ ഒരു മഹാനഗരത്തിൻ്റെ എല്ലാ വൃത്തിഹീനമായ ഇടങ്ങളും ലണ്ടനിലുണ്ട്. മൂന്നാം ദിവസം ആദ്യം തന്നെ ഞങ്ങൾ പോയത് ലണ്ടനിലെ സീ ലൈഫ് അക്വേറിയത്തിലാണ്. സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് ഇമ്പ്രസീവ് ആയിരുന്നില്ല. അയർലൻഡിൽ ബ്രേയിലും ഡിങ്കിളിലും ഉള്ള അക്വേറിയം ഇതിനേക്കാൾ നല്ലതാണെന്ന് എനിക്ക് തോന്നി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദുബായിലും അബുദാബിയിലൊക്കെ പോയി വലിയ അക്വേറിയങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ യൂറോപ്പിൽ എവിടെയും അത്രയ്ക്ക് മികച്ച ഒരു അക്വേറിയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും ലണ്ടൻ കറങ്ങാൻ വരികയാണെങ്കിൽ സീ ലൈഫ് അക്വേറിയം നിങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാവുന്നതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇതിൻ്റെ ടിക്കറ്റ് പ്രൈസിന് പറ്റിയ ഒരു അനുഭവം നൽകാൻ ഈ അക്വേറിയത്തിന് കഴിയുന്നില്ല. അടുത്തായി ഞങ്ങൾ പോയത് മാഡം ടുസാഡ്സ് വാക്സ് മ്യൂസിയത്തിലാണ്. ലണ്ടനിൽ എനിക്ക് കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായി തോന്നിയത്, ഏറ്റവും അടിപൊളിയായി തോന്നിയത്, വാല്യൂ ഫോർ മണി ആയി തോന്നിയതും മാഡം ടുസാഡ്സ് വാക്സ് മ്യൂസിയം തന്നെയാണ്. ബേക്കർ സ്ട്രീറ്റ് അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷൻ്റെ തൊട്ട് മുകളിൽ തന്നെയാണ് മാഡം ടുസാഡ്സ് വാക്സ് മ്യൂസിയം.
ഹോളിവുഡ് ആക്ടേഴ്സ്, പൊളിറ്റീഷ്യൻസ്, നമ്മുടെ സ്വന്തം ബോളിവുഡ് ആക്ടേഴ്സ്, പോപ്പ് സിംഗേഴ്സ്, വേൾഡ് ലീഡേഴ്സ്, ലോക പ്രശസ്തമായ മൂവീസിലെ ക്യാരക്ടേഴ്സ്, അങ്ങനെ ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും ഐക്കോണിക്കായ പ്രശസ്തരായ പല ആൾക്കാരുടെയും പല ക്യാരക്ടേഴ്സിൻ്റെയും നല്ല പെർഫെക്ഷനുള്ള വാക്സ് പ്രതിമകളാണ് മാഡം ടുസാഡ്സ് വാക്സ് മ്യൂസിയത്തിൽ നമുക്കായി ഒരുക്കിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഒരു വട്ടം ചെന്ന് കാണാനും എൻജോയ് ചെയ്യാനും മാത്രമുള്ള സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. നമ്മൾ കയറി കഴിഞ്ഞാൽ മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും വേണം പുറത്തിറങ്ങാൻ. അതിനു മാത്രം കാണാനും എൻജോയ് ചെയ്യാനും ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. സച്ചിനെയും മെസ്സിയെയും റൊണാൾഡോയെയും എന്തിനേറെ ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ അംഗങ്ങളെ പോലും തൊട്ടടുത്ത് കിട്ടിയ പ്രതീതിയായിരുന്നു. വാക്സ് പ്രതികളെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ അണ്ടർഗ്രൗണ്ടിൽ ഒരു ഇരുണ്ട വഴിയിലൂടെയാണ് പോകുന്നത്. അവിടെ ബ്രിട്ടനിലെ കഴിഞ്ഞ 400 കൊല്ലത്തിനകത്തുള്ള കുപ്രസിദ്ധരായ ക്രിമിനലുകൾ, അവർ നടത്തിയ കൊലപാതകങ്ങൾ, അതേക്കുറിച്ച് വന്ന വാർത്തകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ചെല്ലുന്നത് ബ്രിട്ടനിലെ പ്രശസ്തമായ ടാക്സിയുടെ രൂപത്തിലുള്ള ഒരു ചെറിയൊരു ട്രെയിൻ യാത്രയിലാണ്. ഈ യാത്രയിലുടനീളം ബ്രിട്ടീഷ് ചരിത്രം, ഷേക്സ്പിയർ മുതൽ കഴിഞ്ഞ 500 കൊല്ലത്തെ ബ്രിട്ടൻ്റെ ചരിത്രം, ഓരോ കാലഘട്ടത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ, ഓരോ റെവല്യൂഷൻസ്, ഓരോ കണ്ടുപിടുത്തങ്ങൾ, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മളെ കാണിച്ചുകൊണ്ടുള്ള ഒരു ജേണിയാണ്. വളരെ രസകരമായിരുന്നത്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് അവസാനം ഹോളിവുഡിലെ സൂപ്പർ ഹീറോ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഏരിയയിൽ നമ്മളെത്തും. അത് കഴിഞ്ഞ് ഒരു 3D തിയേറ്ററിൽ സൂപ്പർ ഹീറോസിൻ്റെ ഒരു ഷോർട്ട് മൂവി, അത് ഒരു 4DX മൂവിയായിരുന്നു. ഭയങ്കര ഇംപ്രസീവായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ മാഡം ടുസാഡ്സിൻ്റെ അകത്തൂടെയുള്ള നമ്മുടെ യാത്ര അവസാനിച്ചു. 3 ദിവസത്തെ ലണ്ടൻ യാത്ര കഴിഞ്ഞ് ഒരുപാട് ഓർമ്മകളുമായി ഞങ്ങൾ തിരിച്ച് അയർലൻഡിലോട്ട് മടങ്ങി.